കൊടുക്കരുതെന്ന് പറഞ്ഞ ചോക്ലേറ്റ്, അതല്ലെങ്കിൽ മൊബൈൽ ഫോണ്. വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ രഹസ്യമായിട്ട് കുട്ടിയെ വിളിച്ച് കഴിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ കാണിക്കുന്നുണ്ട് എങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. മോസ്റ്റ്ലി ഞാനിത് കേട്ടിരിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ചെയ്യുന്നതായിട്ടാണ്. അച്ഛനും അമ്മയും ചെയ്യരുത്, ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാശി പോലെ രഹസ്യമായി ആ കുട്ടിയെ വിളിച്ച് ഇത് കൊടുത്ത്, കണ്ടോ ഞാൻ കൊടുത്തത്, എനിക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഗ്രാൻഡ് പാരൻസ് റെഡ് ഫ്ലാഗ് വയ്ക്കേണ്ട കാര്യമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂഷനാണ്. അമ്മ നോ പറഞ്ഞു, അച്ഛൻ നോ പറഞ്ഞു, പക്ഷേ അപ്പൂപ്പനും അമ്മമ്മയും അത് എഗ്രി ചെയ്യുന്നുണ്ട്. ഇത് പലതരത്തിൽ കുട്ടി മുതലെടുക്കും. ഒരുപാട് കള്ളത്തരവും രഹസ്യ സ്വഭാവവും എല്ലാം ആയതിനു ശേഷം കുട്ടിയെ കറക്റ്റ് ചെയ്തിട്ടും പണിഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ചെറുതിലെ നല്ല ശീലങ്ങൾ കൊടുക്കണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും അതിന് ഒപ്പം നിൽക്കണം. കൃത്യമായ ധാരണയോടുകൂടി പാരൻറ്റിങ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ജെൻസി പിള്ളേർ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ജെൻ ആൽഫ എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് ഡിസിഷൻ മേക്കേഴ്സാണ്. അവർക്ക് എന്തിനും ഏതിനും കാരണസഹിതം നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മാത്രമേ അവർ നമ്മൾ അനുസരിക്കുകയുള്ളൂ. അതുകൊണ്ട് പാരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ പാരൻറ്റിങ് ചെയ്യണം. ബിക്കോസ് യു ആർ ദ മൈൻഡ്ഫുൾ പാരൻറ്റ്.